ഹലോ ഗൈസ്, ദിസ് ഇസ് ഷംലാൻ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഖലീഫയുടെ റിവ്യൂ ആണ്. ഖലീഫ ഓക്കെ, ഓണം റിലീസായിട്ട് അങ്ങനെ എത്തിയ വൈശാഖിൻ്റെ സിനിമയാണ് ഖലീഫ, സ്റ്റാറിങ് പൃഥ്വിരാജ്, ഷമി തിലകൻ ആൻഡ് മെനി മോർ. പിന്നെ നിതിൻ മുകേഷ് എന്നിവരെല്ലാവരും അഭിനയിച്ച ഒരു പക്ക ആക്ഷൻ പടമാണിത്. ഇത് പടം ഇറങ്ങിയിട്ട് കുറച്ചായപ്പോഴത്തേന് ഇതിന് കുറച്ച് നെഗറ്റീവ് റിവ്യൂസൊക്കെ വന്നു തുടങ്ങി. പക്ഷേ എന്നാലും പടം കണ്ടു. ഇറ്റ്സ് വെരി നൈസ് മൂവി. ഒരു ഒരു പക്ക ആക്ഷൻ മൂവി. അവരെന്താണ് ലേബൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ സിനിമയെ ലേബൽ ചെയ്യാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് ഈ പടത്തിലുണ്ട്. അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്, അത് എൻജോയ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, അത് തിയേറ്ററിൽ ഓടും, അത് അതിൻ്റെ ആ വഴിക്ക് പോകും. പക്ഷേ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ ചെയ്ത പരിപാടിയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഖലീഫ 2യുടെ ഒരു പോസ്റ്റർ പ്രസൻറ്റേഷൻസ് നടത്തി. പിന്നെ ഇതിനകത്ത് ക്യാമിയോ ആയിട്ട് വന്നിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊക്കെ ഇതിനകത്ത് പറഞ്ഞു. ഓക്കെ, പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് ലേറ്റായിട്ട് ചെയ്താൽ മതി എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അടിപൊളി പടമാണ്. ഒരു ഓക്കെ, ആക്ഷൻ മൂവീസിൻ്റെ ടെംപ്ലേറ്റ് ഉണ്ട് ഇതിനകത്ത്. ഒരു റിവെഞ്ച് മൂവിയാണ് സംഭവം. പിന്നെ പൃഥ്വിരാജ് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് റീസെൻറ്റ് ടൈംസിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതേമാതിരി ഓറ ഫാമിംഗ് ആണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ അടിപൊളിയാണ്. ടോപ്പ് നോച്ച് ആക്ഷൻ സീൻസ് തന്നെയാണ്. അത് നല്ല പൈസയും മുടക്കിയിട്ടുണ്ട്, നല്ലതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് വെറുതെ അങ്ങനെ ഇടിക്കുക പറന്ന് വീഴുക, അതല്ല. നല്ല ഫിസ്റ്റ് ഫൈറ്റ് ഉണ്ട്. ഇപ്പം ചെറിയൊരു ഫസ്റ്റ് പോർഷനിലെ കുറച്ച് സാമാന്യങ്ങൾ കണ്ടാൽ ഒരു ജോൺ വിക്കൊക്കെ ആക്കാനൊക്കെ ഇങ്ങനെ ശ്രമിച്ചതുപോലെ ഇങ്ങനെ തോന്നും. പക്ഷെ അത് വേറെ ലെവൽ, അത് വിടും. പക്ഷേ എനിക്ക് ഫിസ്റ്റ് ഫൈറ്റുകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം അതിന് ഇങ്ങനെയുള്ള ഇവർ തമ്മിലുള്ള ഒരു റൈവൽറി, പിന്നെ അവരെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതാകുന്നു, പിന്നെ എന്ത് സിനാരിയോയിലാണ് ഇങ്ങനെ ഒരു ഗോൾഡ് സ്മഗ്ലറാണ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഓൾറെഡി ട്രെയിലറിനകത്തൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം പുള്ളി എങ്ങനെ അതിലേക്ക് വന്നു, പിന്നെ പുള്ളിക്ക് നേരിടേണ്ടി വന്ന ഓരോ സാഹചര്യങ്ങൾ, പുള്ളിക്കാരൻ ഉണ്ടാക്കിയിട്ടുള്ള വില്ലന്മാർ അവരൊക്കെ എങ്ങനെ, പിന്നെ അവരുടെ റൈവൽറി, ഇതന്നെ ഫുള്ളൊരു ടെംപ്ലേറ്റാണ് പടം. ഓക്കെ, അതിനെ എത്ര നല്ലതായിട്ട് ചെയ്തു വെക്കുന്നു എന്നുള്ള ഞാൻ ഇന്നത്തുള്ള കാര്യം. പിന്നെ ഇത് ഫുള്ള് സൂപ്പർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, എഡിറ്റിങ്, മേക്കിംഗ് ഒന്നും ഒരു ശകലം പോലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അത്ര നല്ലതായിട്ട് മേക്കിംഗ് ഉണ്ട്. നല്ല രീതിയിലെല്ലാം മ്യൂസിക് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ള ഒരു അടിപൊളി പടമാണ്. ഇങ്ങനെ കാണാതിരിക്കാനുള്ള കാരണങ്ങളുമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഒബ്വിയസ്ലി ഇങ്ങനെ ഫാമിലി ഓഡിയൻസിൻ്റെ ആ ഒരു അത്ര ഒരു പ്രയോറിറ്റിയിൽ പെടുകയില്ലെന്ന് അറിയത്തില്ല. പക്ഷേ ഇത് നല്ലൊരു മൂവിയാണ്. പിന്നെ വെറുതെ പക്ഷെ ഇതിൻ്റെ ക്യാരക്ടറിനകത്തൊക്കെ ഓരോരോ ഡെപ്ത് ഉണ്ട്. എന്നുവെച്ചാൽ അവരെന്തുകൊണ്ടാണ് സാധാരണ ഇങ്ങനത്തെ ഈ റിവെഞ്ച് ടൈപ്പിലുള്ള പടങ്ങളിൽ അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഡൗട്ടാണ്. വെറുതെ ഇങ്ങനെ ഒരു എൻ്റെ ശത്രുവാണ്, അത് ജസ്റ്റ് ഇങ്ങനെ അങ്ങ് ചെയ്തേക്കാം. പക്ഷെ അങ്ങനെയല്ല, അവരെങ്ങനെയാണ് എന്തിനാണ് ശത്രു എന്നുള്ളത് അത് നല്ലതായിട്ട് സ്ക്രിപ്റ്റിനകത്ത് നല്ല വേണ്ട വെടിയിൽ എഴുതിയിട്ടുണ്ട്. അത് വർക്കാവും. അത് നമുക്ക് കണക്റ്റ് ആകുമ്പോഴാണ് ഓരോരോ സീൻസ് വരുമ്പോൾ ഓക്കെ, ഇതിനുള്ള ഒരു ഗുമുണ്ട്, അല്ലെങ്കിൽ ഇതിന് ചേരും, ഇപ്പം ഈ സമയത്ത് ഒരു അടി പൊട്ടണം, അല്ലെങ്കിൽ ഈ സമയത്ത് ഒരു മാസ് ഡയലോഗ് വേണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജിൻ്റെ ഇങ്ങനെ ഡയലോഗ് ഡെലിവറീസ് ഒക്കെ ഇതിനകത്ത് ഭയങ്കര നല്ല രസമാണ്. കാരണം അത് എഴുതി വെച്ചിട്ടുള്ള അതിൻ്റെ ഒരു എന്താ പറയുക, കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അത് നല്ലൊരു ഇതാണ്. പിന്നെ ഇതിനകത്ത് ഹീറോയിനായിട്ട് മീൻസ് അതൊരു ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അത് ആവശ്യമായിരുന്നു എന്ന് നോക്കുന്നില്ല. ബട്ട് എല്ലാ ഈ റിവെഞ്ച് ടെംപ്ലേറ്റിലും ഇങ്ങനെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് വേണം. ഫാമിലി അതിനകത്ത് ഇൻക്ലൂഡ് ആയാൽ അതിൻ്റെ ഒരു ഇമോഷൻസ് ഡെപ്ത് അത് വരാൻ അവരെല്ലാവരും വേണം എന്നുള്ള രീതിയിൽ അതിലെ ഫാമിലി ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഇതിനകത്ത് ആരൊക്കെയാണ് ക്യാമിയോസ് ഒക്കെ വരുന്നതെന്നുള്ളത് ഇപ്പോൾ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഇതൊന്നും അറിയാതെ ഇതൊക്കെ എൻജോയ് ചെയ്തതാണ് ക്യാമിയോസ് എന്താണെന്നുള്ളത്. അതായത്
ഇഷ്ടംപോലെ സിനിമാസ് ഉണ്ട്, ഇപ്പം പെട്ടെന്ന് പേര് പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഒരുപാടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ടൈമിൽ ഓരോരോ സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആൾക്കാരെ തന്നെ വളരെ ഹൈഡ് ചെയ്ത് മറച്ചു വെച്ച് അവർ ക്യാമിയോസ് പുറത്ത് വിടുന്ന അവർ കണ്ടുള്ളൂ. അത് ആ സിനിമയിൽ സ്ക്രീനിൽ അന്നേരം കാണുമ്പോഴുള്ളൊരിത് അതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ അത് ചെയ്യുന്നില്ല. പിന്നെ ദൈവത്തിർക്ക് ഇങ്ങനത്തെ ക്യാമിയോസ് കാര്യങ്ങളൊന്നും വരുവാണെങ്കിൽ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ ഇടരുത്. അത് കാണാൻ ബാക്കിയുള്ളവർ ഇനിയും വരെ കാണാം. എല്ലാവരും ഒന്ന് ഫസ്റ്റ് ഡേ പോയി കാണുന്നവരൊന്നുമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യക്തതയുണ്ട്. പിന്നെ ഇതും നല്ലൊരു മൂവിയാണ്, നല്ലൊരു ആക്ഷൻ പടമാണ്, നല്ല ഫൈറ്റ് സാധനങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് ഇതൊരു പക്ക മസ്റ്റ് വാച്ചാണ്. നല്ല പാക്ഡ് തിയേറ്ററൊക്കെ ആണെങ്കിൽ, നല്ല വൈബ് ഫ്രണ്ട്സ് ഗ്യാങ് ഒക്കെ ആണെങ്കിൽ നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇറ്റ് വാസ് എ നൈസ് വാച്ച്, ഗുഡ് മൂവി. ഓക്കെ, നല്ല സന്തോഷമുണ്ട്. ഓക്കെ, till then, see you.